കിച്ചുവിനെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് താനാണെന്ന് ഇന്ദു തിരുവല്ല എന്ന സ്ത്രീ പറയുന്നു. ഓൺലൈൻ മലയാളി സ്പെഷ്യൽസിൽ സംസാരിക്കുകയായിരുന്നു ഇന്ദു. കൊല്ലം സുധിയുടെ ജീവിതത്തിലിങ്ങനെ സംഭവിച്ചു. കുഞ്ഞിനെ ഒന്ന് നോക്കാമോ എന്ന് സുഹൃത്ത് ചോദിച്ചു. തീർച്ചയായും നോക്കാമെന്ന് ഞാൻ. അച്ഛനും അമ്മയുമില്ലാതെ വളർന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് താൻ കുഞ്ഞിനെ നോക്കാൻ തയ്യാറായതെന്ന് ഇന്ദു പറയുന്നു. അന്ന് കിച്ചു തീരെ ചെറുതാണ്. ആദ്യമൊക്കെ കിച്ചു കരച്ചിലായിരുന്നു. എനിക്കും ടെൻഷനാണ്. ഞാനും അന്ന് അത്രയേയുള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കിച്ചു കരഞ്ഞു കിടക്കും. പോട്ടെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചത്തെ ചൂട് തട്ടിയാണ് അവനെ ഉറക്കിയത്. സുധി കരയുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കും. സുധിച്ചേട്ടൻ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. ശാലിനി കിച്ചുവിൻ്റെ അമ്മയാണെന്നത് 100% സത്യമാണ്. പക്ഷേ ശാലിനിക്ക് അവനെ പ്രസവിച്ച കടമയേയുള്ളൂ. അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അത് ഞാനാണ്. അവൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്നലെയും അവനെ വിളിച്ച താൻ അതാണ് പറഞ്ഞത്. നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ. നിനക്ക് എന്തുണ്ടെങ്കിലും അമ്മയോട് പറയാം. നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഇത് കാണുന്നവർ ചോദിക്കും. കിച്ചുവിന് 4 വയസ്സായ ശേഷം സുധി കിച്ചുവിനൊപ്പം താമസം മാറുകയായിരുന്നെന്ന് ഇന്ദു തിരുവല്ല പറയുന്നു. കിച്ചുവിൻ്റെ അമ്മ ശാലിനിയെയും സുധി രണ്ടാമത്തെ ഭാര്യ വീണ എസ് പിള്ളയെയും തനിക്കറിയാമെന്ന് ഇന്ദു തിരുവല്ല പറയുന്നുണ്ട്. എന്നാൽ രേണുവിനെ താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇന്ദു പറയുന്നു. രേണുവിനെ ഇന്ദു വിമർശിക്കുന്നുണ്ട്. രേണു അവനോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നുണ്ടോ? എൻ്റെ സുധിച്ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണെന്ന് എപ്പോഴും പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അറിയണം. കൊച്ച് 5ലോ 6ലോ പഠിക്കുമ്പോൾ ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ വളർത്തേണ്ടതുപോലെ വളർത്തണം. പുള്ളിക്കാരിക്കിപ്പോൾ കിച്ചുവിനെ കൂടെ നിർത്തിക്കൂടെയെന്നും ഇന്ദു തിരുവല്ല ചോദിക്കുന്നു.